എൻ്റെ സ്വയ ഇഷ്ടപ്രകാരവും സ്വയ സമ്മതപ്രകാരവും പ്രഖ്യാപിതമായിട്ടാണ് ഞാൻ കർമ്മ ന്യൂസിനോട് ഈ കാര്യങ്ങൾ പറയുന്നത്. കൊല്ലത്തെ പ്രമുഖ അഭിഭാഷകയും മുൻ ബാർ കൗൺസിൽ ചെയർമാനും അതേപോലെ തന്നെ മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ടുള്ള മുതിർന്ന അഭിഭാഷകർക്ക് മാതൃകയാകേണ്ട ഒരു വ്യക്തി, പുതുതായിട്ട് അഭിഭാഷക വൃത്തിയിലേക്ക് വരേണ്ടവർക്ക് പ്രചോദനം കൊടുക്കേണ്ട ഒരു വ്യക്തിയായിട്ടുള്ള ഈ ഷാനവാസ് ഖാൻ എന്ന് പറയുന്ന പ്രമുഖ അഭിഭാഷകൻ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിന്നും നമ്മുടെ യുവ അഭിഭാഷകയായ യുവതിക്ക് നേരിട്ട ഒരു പീഡനം ഉണ്ടായി. അതിനെക്കുറിച്ചുള്ള പരാതിയും അവർക്ക് ഉണ്ടായ മാനസിക ആഘാതങ്ങളും ഇതുവരെ ഉണ്ടായ എന്തൊക്കെ നിയമ നടപടികളാണ് സ്വീകരിച്ചതിനെക്കുറിച്ച് യുവ അഭിഭാഷകയോട് നമുക്ക് ചോദിക്കാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? കഴിഞ്ഞ ജൂൺ 14-ാം തീയതി വൈകിട്ട് എന്നൊരു കക്ഷി വിളിക്കുകയും നോട്ടറി അറ്റസ്റ്റേഷൻ്റെ ആവശ്യത്തിനായിട്ടുള്ള കാര്യങ്ങൾ തിരക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിലുള്ള ഒരു സീനിയർ ചേട്ടനോട് നോട്ടറി അറ്റസ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും പേഴ്സണലി അറിയുമെന്ന് ചോദിച്ചപ്പോൾ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ അറിയാമെന്നും ഞങ്ങൾ രണ്ടുപേരും കൂടി 3:30-ക്ക് ശേഷം പുള്ളിയുടെ ഓഫീസിൽ പോയി അദ്ദേഹത്തെ കാണുകയും നോട്ടറി ആവശ്യത്തിനുള്ള കാര്യങ്ങൾ തിരക്കുകയും തിരിച്ചു വരികയും ആണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ വന്നതിന് ശേഷം വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാൻ പുള്ളിയുടെ വീട്ടിൻ്റെ പുറത്ത് വന്ന് നിന്നിട്ട് എന്നെ കൈ കാണിച്ച് വിളിച്ചു അകത്തോട്ട് കയറി വരാൻ. അങ്ങനെ ഞാൻ അകത്തോട്ട് നോട്ടറി ആവശ്യത്തിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് അകത്ത് കയറിയപ്പോൾ അദ്ദേഹം എന്നോട് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു എത്ര വർഷമായി പ്രാക്ടീസ് ചെയ്തിട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 1 വർഷത്തിന് മുകളിലായി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയല്ലല്ലോ, 8 മാസമല്ലേ ആയുള്ളൂ, ഞാൻ നിങ്ങൾ അന്ന് മുതലേ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു വീടൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണ് വീടൊക്കെ കണ്ടിട്ട് പോകാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട സാർ എന്ന് പറഞ്ഞിട്ടും പുള്ളി പറഞ്ഞു അതെന്താ പേടിയാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പേടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി എനിക്ക് വീട് കാണിച്ചു തന്നപ്പോഴത്തേക്ക് ഞാൻ വീടിന്റെ അകത്തോട്ട് വിളിച്ചോ ഈ വീട് കാണാൻ വേണ്ടി? വീടിന്റെ അകത്ത് കയറിയിരുന്നാണ് സംസാരിച്ചിരുന്നത്. അപ്പൊ പുള്ളി അകത്ത് വീട് കാണിച്ചു തന്നു. എന്നിട്ട് വീട് കാണിച്ചു തന്നുകൊണ്ടിരുന്നപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു വീട് ഇഷ്ടപ്പെട്ടോ, എന്നെ എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. അപ്പൊ തന്നെ ഞാൻ ഓഫീസിലെ സീനിയർ ചേട്ടനെ വിളിച്ചിട്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഈ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാന്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യാതെ എൻ്റെ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് ഇറങ്ങാൻ നേരം പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു വീട് ഇഷ്ടപ്പെട്ടോ, എന്നെ എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്തോ ഇത് തോന്നി. ഞാൻ പറഞ്ഞു ശരി സാർ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങാനായിട്ട് പോയപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെ, ഒരു ഉമ്മയും കൂടി തന്നിട്ട് വെക്കൂടെയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോയപ്പോൾ പുള്ളി എന്നെ ബലമായി കയറി പിടിക്കുകയും എൻ്റെ തലയിൽ ഉമ്മ വെക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി. എൻ്റെ ഓഫീസിലുള്ള ചേട്ടൻ താഴോട്ട് വന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ സീനിയർ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ ചെന്ന് ഈ അഡ്വക്കേറ്റ് ഷാനവാസ് ഖാനോട് ഇതിനെപ്പറ്റി സംസാരിക്കുകയും അന്ന് രാവിലെ തന്നെ അദ്ദേഹം എന്നെ വിളിച്ച് മാപ്പ് പറയുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ പ്രൈവറ്റ് ആയിട്ട് മാപ്പ് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കേണ്ട, കാരണം ഇനിയൊരു ജൂനിയർ അഭിഭാഷകയ്ക്കും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത്. അന്ന് വൈകിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയൊന്നും കൊടുത്തില്ല? അന്ന് വൈകിട്ട് തന്നെ വനിതാ സെല്ലിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിൽ വനിതാ സെല്ലിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞു? അതെ, ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വനിതാ സെല്ലിൽ വിളിച്ച് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിറ്റേന്നാണ് സീനിയർ അഭിഭാഷകനുമായിട്ട് സംസാരിച്ചു. സീനിയർ അഭിഭാഷകനാണ് ഈ ഷാനവാസ് ഖാന്റെ അടുത്ത് ഈ വിവരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്തായിരുന്നു അഭിഭാഷകരുടെ നിലപാട്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് പ്രൈവറ്റ് ആയിട്ട് അപ്പോളജി വേണ്ട, കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഇതേപോലെ കുറച്ച് മുന്നേയും പ്രശ്നം നടന്നിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ കൊല്ലം ബാറിലെ നിരവധി അഭിഭാഷകരെടുത്ത് വനിതാ അഭിഭാഷകരെടുത്ത് തിരക്കി ഇതിനെക്കുറിച്ച് ഈ ഷാനവാസ് ഖാന്റെ സ്വഭാവത്തെക്കുറിച്ച് ഇത് യാദൃച്ഛികമായിട്ടുണ്ടായ സംഭവമാണോ അതോ ഇത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാറുള്ള ഒരു വ്യക്തിയാണോ എന്നതിനെക്കുറിച്ച് തിരക്കി. അതെ, തിരക്കിയപ്പോൾ പുള്ളീനെ അടുത്തറിയാവുന്ന ആൾക്കാർ വരെ പറഞ്ഞു പുള്ളി ഇതേപോലെ മുൻപും ഇതേപോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പം പുള്ളിക്ക് ഹോൾഡ് ഉള്ളതുകൊണ്ടും സീനിയർ വക്കീലായതുകൊണ്ടും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും അത് പ്രൈവറ്റ് ആയിട്ട് തീർക്കാനാണ് ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിത് പ്രൈവറ്റ് ആയിട്ട് തീർക്കണ്ട, ഇനി ഒരു ജൂനിയറിനും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത്, ഇനി ആർക്കെങ്കിലും സംഭവിച്ചാൽ തന്നെ സീനിയർ ആണെന്ന് വിചാരിച്ച് ആരും പുറകോട്ട് മാറി നിൽക്കരുത്, മുന്നോട്ട് വന്ന് തന്നെ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു കൊല്ലം ബാർ അസോസിയേഷന്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പുള്ളി എന്നോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കൊല്ലം ബാർ അസോസിയേഷനിലെ പ്രസിഡന്റോടും അവരോടും ഉൾപ്പെടെപ്പെട്ട പൊതുവായിട്ട് ഈ ചെയ്ത തെറ്റ് മാപ്പ് പറഞ്ഞാൽ ഇത്തരം കേസും നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്നുള്ള ആവശ്യമാണ് പറഞ്ഞിരുന്നത്. അതെ, കാരണം ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ എനിക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലായിരുന്നു. ഞാൻ ബാർ അസോസിയേഷനിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇമെയിൽ വഴി ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു എന്ന്.
അപ്പൊ അവരെന്നോട് പറഞ്ഞു എന്ത് നിയമ നടപടികൾക്ക് വേണമെങ്കിലും അവരെന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബാർ അസോസിയേഷന്റെ ഭാരവാഹികളെല്ലാം നിയമ നടപടികൾ കൂടെ നിൽക്കുമെന്ന് പറയുന്നതും മാത്രമല്ലാതെ ഇദ്ദേഹത്തിന് സസ്പെൻഷൻ നടപടിയിലേക്കോ മറ്റെന്തെങ്കിലും നടപടിയിലേക്ക് പോയിട്ടതായിട്ട് അറിയാമോ? അത് ഞാൻ തിരക്കിയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ ബൈലോ പ്രകാരം 7 ദിവസം പുള്ളിക്ക് റിമാർക്സിന് സമയം കൊടുക്കണമായിരുന്നു. അപ്പൊ പുള്ളി ഇതുവരെ റിമാർക്സ് കൊടുത്തിട്ടില്ലെന്ന് അറിഞ്ഞത്. അപ്പൊ ഇന്നും കൂടി ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. അപ്പൊ ഇന്ന് കഴിഞ്ഞാൽ നാളെ ജനറൽ ബോഡി മീറ്റിംഗിൽ പുള്ളീനെ സസ്പെൻഡ് ചെയ്യുമെന്ന് അറിഞ്ഞത്. അല്ല, അത്തരത്തിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പൊതുവെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, സാമ്പത്തികമായിട്ട് പൈസ തന്നു കഴിഞ്ഞാൽ ഈ ഇടപാട് നിർത്താം, അവർ എത്രയോ ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ആ പൈസ കയ്യിൽ വാങ്ങാത്തത് അത് കുറഞ്ഞു പോയത് കൊണ്ടാണ് ഇത്തരം പരാതിയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ആക്ഷേപം കേൾക്കുകയുണ്ടായി. അതിന്റെ സത്യാവസ്ഥ എന്താണ്? അത് ഇദ്ദേഹത്തിന്റെ കുറച്ച് അടുത്തറിയാവുന്ന സീനിയർ അഭിഭാഷകരും കൂടാതെ ഫാമിലി മെമ്പേഴ്സും എന്നെ വന്ന് കണ്ടിരുന്നു. 17-ാം തീയതി എന്നെ വന്ന് കാണുകയും ഞങ്ങൾ സംസാരിക്കുകയും 20-ാം തീയതി പുള്ളി വന്ന് ഓപ്പൺ അപ്പോളജി പറയാമെന്ന് സമ്മതിക്കുകയും നമ്മളൊരു സമ്മതപത്രം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന കാരണത്താലാണ് അദ്ദേഹം എന്നോട് മാപ്പ് ചോദിക്കുന്നതെന്നും നമ്മൾ യാതൊരുവിധ പാരിതോഷികവും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാതാണ് ഇത് സെറ്റിൽ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. കാരണം ഇങ്ങനെ കുറെ കഥകൾ അതിനുള്ളിൽ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കാശ് കൊടുത്ത് സെറ്റിലാക്കിയെന്ന്. അപ്പൊ അങ്ങനെ ഒരു സാധനം, കാരണം ഞാൻ ഇനിയും ആ ബാറിൽ വർക്ക് ചെയ്യേണ്ട അഡ്വക്കേറ്റ് ആണ്. അപ്പം ഇത്തരം ഒരു അപമാനം ഉണ്ടാക്കിയതിനു ശേഷം മറ്റൊരു അപമാനവും കൂടാണ് പറഞ്ഞു പരത്തിയത് അഭിഭാഷകയെ കുറിച്ച്. അതെ. അപ്പം നമ്മൾ സമ്മതപത്രം തയ്യാറാക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് ഒപ്പിടാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോയത്. അപ്പോ പോലീസുകാരുടെ ഭാഗത്തുനിന്ന് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ അവരുടെ ഇടപെടൽ എങ്ങനെയാണ്? മാനസികമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്നതാണോ, അതോ ഇത്തരം ഒരു പീഡനം പരാതി അപമാനമേറ്റ അഭിഭാഷകയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണോ പോലീസുകാരുടെ ഭാഗത്തു നിന്നും സ്റ്റേഷന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്? നമ്മൾ ശനിയാഴ്ച വൈകിട്ടാണ് കേസ് കൊടുത്തത്. അപ്പൊ തന്നെ FIR ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്നലെ തിങ്കളാഴ്ച സീൻ മഹസർ കാണണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ നോൺ വെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഇന്നലെ നമ്മൾ ചെന്ന് CAനോട് ചോദിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ എവിഡൻസ് എടുക്കാതെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് നമ്മളോട് മറുപടി തന്നത്. അത്തരം എവിഡൻസും തെളിവൊക്കെ വേണ്ടിയല്ലോ ഇന്നലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ? അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി സീൻ മഹസർ തയ്യാറാക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ അവിടെ നിന്ന പ്രവർത്തകരോട്, പുറത്തു നിന്ന ആൾക്കാരോട് എന്ത് ചെയ്തു, അപമര്യാദയായിട്ട് പെരുമാറുകയും അശ്ലീലമായ കാര്യങ്ങൾ കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്നലെ തെളിവെടുപ്പൊക്കെ പൂർത്തിയായിട്ട് വന്നല്ലേ? ഇന്നലെ തെളിവെടുപ്പൊക്കെ പൂർത്തിയായി. അറസ്റ്റ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലും നിയമ നടപടികൾ മുന്നോട്ട് പോകും എന്നാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് കിട്ടിയ അറിവ്? അതെ, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എവിഡൻസ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ അറസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഇതുവരെയും ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഇത്രയും നേരമായിട്ട് അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കൊല്ലം ബാറിലെ അഭിഭാഷകരും അഭിഭാഷകകളായിട്ടുള്ള സ്ത്രീകളുമായിട്ടുള്ള എന്നൊക്കെ പിന്തുണ കിട്ടാറുണ്ടോ? അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണ്? മാനസികമായിട്ട് ഈ 1 വർഷക്കാലമായതേ ഉള്ളൂ അഭിഭാഷക വൃത്തിയിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇനിയും ആ ഭാഗത്തു നിന്നുള്ള കൊല്ലം ജില്ലയിലുള്ള അഭിഭാഷകരൊക്കെ വിളിച്ച് ഇതിന് പിന്തുണ പറയുന്നുണ്ടോ, അതോ ആക്ഷേപിക്കുകയാണോ, അതോ എന്താണ് അവരുടെയൊക്കെ നിലപാടുകൾ? അതിനെക്കുറിച്ചൊന്ന് പറയാം. ഇല്ല, സീനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ലേഡീസ്. അവരൊക്കെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ എന്ത് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയാലും ഒരുമിച്ചുണ്ടാവും, കൂടെ ഉണ്ടാവും തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൊല്ലം ബാറിലെ നിരവധി അഭിഭാഷകർ ഒരുമിച്ച് കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നിയമ നടപടിയായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് നിയമത്തിനനുസൃതമായിട്ട് നീതി കിട്ടാതിരിക്കുമ്പോൾ നീതി മേടിച്ചു കൊടുക്കേണ്ട വളരെ ഒരു മഹത്തായ കാര്യമാണ് അഭിഭാഷക. അഭിഭാഷകയായിട്ടുള്ളവർ ഈ സമൂഹത്തിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു തൊഴിൽ മാർഗമാണ്. ആ തൊഴിലിടങ്ങളിലും ഇത്തരത്തിലുള്ള പീഡനങ്ങളും പരാതികളും ഉയർന്നു വരിക എന്ന് പറഞ്ഞാൽ വളരെ അപമാനകരമായ ഒരു കാര്യമാണ്. ഇത്തരം പ്രവൃത്തികൾ നാളെ ഉണ്ടാകാതിരിക്കട്ടെ. ഇത്തരം അഭിഭാഷകരായ യുവതി യുവാക്കൾ ഈ അഭിഭാഷ വൃത്തിയിലേക്ക് ഇറങ്ങി വരികയും സമൂഹത്തിന് ഗുണകരമാകുന്ന കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് സാധിക്കട്ടെ. ഇത്തരം എന്ത് അപമാനങ്ങൾ കേട്ട് മിണ്ടാതെ പോകാതെ അതിന് ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് ഈ യുവ അഭിഭാഷകയ്ക്ക് നീതി കിട്ടട്ടെ.